हो तेरी स्तुति और आराधना करता हूँ मैं तुझसे प्रार्थना। महिमा से तेरी तो इस जगह को जो भी तू चाहे तू यहाँ पे कर। ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ നാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, വീണ്ടും നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിൽ അടുത്തു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ കർത്താവ് നമ്മൾക്കായി ഒരുക്കി തരുന്ന മനോഹര ദിവസങ്ങളാണ് എന്ന് നാം മറക്കണ്ട. ഇന്നും ഈ സന്ദേശം കേൾക്കുവാൻ തക്കവണ്ണം നമ്മളെ ആയുസ്സോടെ നമ്മളെ ആരോഗ്യത്തോടെ നിലനിർത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവവചനം നമ്മെ എല്ലാ കാലത്തും ശക്തീകരിക്കുന്നതാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. വചനം കേൾക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ്, വചനം പറയുന്നത് അനുഗ്രഹമാണ്, വചനം കേൾപ്പിക്കുന്നത് അനുഗ്രഹമാണ്, അത് എഴുതുന്നതും വായിക്കുന്നതും എല്ലാം അനുഗ്രഹം. അത്ര മഹത്വകരമാണ് ദൈവവചനം. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് അല്പമായി ദൈവവചന ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. ഇന്ന് നാം ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന യോശുവയുടെ പുസ്തകത്തെ അധികരിച്ചുകൊണ്ട് തന്നെയാണ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ വായിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ വായിക്കാതെ വിടുകയാണ്. 6-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് യെരിഹോ കോട്ടയുടെ വീഴ്ചയാണ്. യെരിഹോ പട്ടണം കീഴടക്കാനായി യോശുവയും കൂട്ടരും അത്യുത്സാഹത്തോടെ, പുത്തൻ ഉണർവോടെ, പുതിയ ശക്തിയോടെ കനാൻ നാട്ടിൽ പ്രവേശിച്ചിട്ടുള്ള ആദ്യത്തെ കാര്യപരിപാടിയാണ് യെരിഹോവിൻ്റെ മേൽ ജയിക്കണമെന്നുള്ളത്. ലക്ഷ്യം വളരെ കൃത്യമാണ്. യെരിഹോവിനെ കീഴടക്കണം. വഴികൾ യഹോവയായി ദൈവം യോശുവയ്ക്ക് പറഞ്ഞു കൊടുത്തു. വഴികളും കൃത്യമായി. 3-ാമത്തെ പാർട്ട് നമ്മൾ പറയുന്നതൊക്കെയും അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതും അവർ ചെയ്തപ്പോൾ പർവ്വതം പോലെ ഉയർന്നു നിന്ന ആ വലിയ കോട്ട നിലംപൊത്തി. വചനം കേൾക്കുന്ന ദൈവമക്കളെ, 3 കാര്യങ്ങൾ ഇവിടെ പ്രസ്താവ്യമാണ്. ഒന്ന്, ഏതൊരു വിജയത്തിനും ഒരു ലക്ഷ്യമുണ്ടാകണം. ലക്ഷ്യമുണ്ടെങ്കിലേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് ചവിട്ടിക്കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. ചെല്ലുമ്പോൾ ചെല്ലട്ടെ, ആ സമയത്ത് എന്തെങ്കിലും പറയാം, കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, വണ്ടി കിട്ടിയാൽ പോകാം, അല്ലെങ്കിൽ വേണ്ട. ഇങ്ങനെയൊന്നുമല്ല ലക്ഷ്യം. ലക്ഷ്യം കൃത്യമായി നാം ആദ്യം പ്ലാൻ ചെയ്യണം. ദൈവഹിതപ്രകാരം നാം ഒരു ലക്ഷ്യത്തെ മാർക്ക് ചെയ്താൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ദൈവം ശക്തനാണ്. ഞാനിത് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ ഒരു വഴി പങ്കുവയ്ക്കുവാൻ എനിക്ക് പ്രചോദനമുണ്ടായി. ഞാനൊരു സ്കൂളിലെ അധ്യാപകനായിരുന്നു എന്ന് ഏറെ പേർക്കും അറിയാമല്ലോ. സ്കൂളിൽ പഠിപ്പിച്ചു വരവേ വടക്കേ ഇന്ത്യയിലെ വേലയിലുള്ള പാരവശ്യം
എൻ്റെ സർവീസ് കാലയളവ് തീരുന്നതിന് 10 കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ സർവീസിൽ നിന്ന് പിരിഞ്ഞു. 24 വർഷം അധ്യാപകനായി ജോലി ചെയ്തു. അത് പിരിഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ മുൻപിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ലക്ഷ്യം മറ്റൊന്നായിരുന്നില്ല, ഭാരതം യേശുവിനെ അറിയണം. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും അവന്റെ വേല ആരംഭിക്കണം എന്നതായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും ഈജിഎം ഓഫ് ഇന്ത്യയുടെ സെന്റർ ഉണ്ടാകണം, വേലക്കാരുണ്ടാകണം, വിശ്വാസികൾ ഉണ്ടാകണം. എല്ലാ സ്റ്റേറ്റിലും വേലക്കാര് വേണം, എല്ലാ സ്റ്റേറ്റിലും വിശ്വാസികൾ വേണം. അത് 2014 ഡിസംബറിന് മുൻപ് പൂർത്തീകരിക്കണം. ഇതായിരുന്നു 2006 മുതലുള്ള എൻ്റെ ഹൃദയത്തിലെ സ്വപ്നം, ലക്ഷ്യം. അതിനുവേണ്ടി ഏറ്റവും വിലപ്പെട്ടത് താഴെ വെച്ചു. ജോലിയിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ, ലക്ഷ്യം കൃത്യതപ്പെടുത്തിയപ്പോൾ പ്രശ്നങ്ങളുടെ നൂലാമാലകൾ ആരംഭിച്ചു. ധാരാളം സങ്കീർണമായ വിഷയങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴഞ്ഞുപോയി. അതൊരു വലിയ വില്ലനായി മാറി ആ പ്രശ്നം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നിർണയം ചെയ്ത ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ തടസ്സങ്ങളൊന്നും ഘടകമായിരുന്നില്ല. തടസ്സങ്ങളെല്ലാം അനുഗ്രഹങ്ങളാക്കി ദൈവം മാറ്റി. 2015 ജാനുവരി മാസം ഞാൻ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും കർത്താവിൻ്റെ വേല ആരംഭിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ കയറുന്നത്. അങ്ങനെ 2014 ഡിസംബറോടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും കർത്താവിൻ്റെ വേല ആരംഭിക്കണമെന്നുള്ള ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടു. തുടർന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മളൊരു തീരുമാനമെടുത്തു, ഒരു ലക്ഷ്യം മുൻപിൽ വെച്ചു. 25 വിശ്വാസികളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഒരു ആരാധനാലയം വെക്കണം, പണിതു കൊടുക്കണം. നമ്മുടെ എല്ലാ സെന്ററുകളിലും ഈ കാര്യം വിളംബരം ചെയ്തു, മിഷണറിമാരെ അറിയിച്ചു. അവർ അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്തു. മിഷണറിമാർ വിശ്വാസികളെ രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ കാര്യാദികളെല്ലാം ക്രമീകരിച്ചു. അങ്ങനെ അതിനുവേണ്ടി ഒരു സമയം കുറിച്ചു. 2022 ഡിസംബറിന് മുൻപ് എന്ന് ചിന്തിച്ചു. അതല്പം ചെലവേറിയ കാര്യമാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ വില്ലനായി വന്നത് കോവിഡാണ്. കോവിഡിന്റെ മധ്യേ ഒന്ന് ഞെരുങ്ങി അമർന്നു. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവത്തിൽ, 46 വർഷത്തെ പരിചയത്തിൽ ഒരു കാര്യം എനിക്കറിയാം. കർത്താവ് ഒരു കാര്യം നിർണയിച്ചാൽ, നമ്മൾ അതിനുവേണ്ടി നിൽക്കാൻ തയ്യാറായാൽ, നമ്മെ കൊണ്ടവൻ വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും എന്ന് കൃത്യമായി നിജപ്പെടുത്തി മുൻപോട്ട് പോരവേ ഈ സംഭവം ഉണ്ടായി. എന്നാൽ വിശ്വസിച്ചു അത് കർത്താവ് സാധിപ്പിക്കുമെന്ന്. 2022 ഡിസംബർ ആയപ്പോഴേക്കും എല്ലാ സ്റ്റേറ്റിലും പൂർണ്ണമായോ ഭാഗികമായോ ആരാധനാലയങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കർത്താവ് സഹായിച്ചു. 25 വിശ്വാസികളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ ആലയം നിർമ്മിച്ചു കൊടുക്കാൻ ദൈവം നമ്മെ ഉപയോഗിച്ചു. ഇന്ന് നമുക്ക് 39 ചർച്ചസ് ആണുള്ളത്. കേൾക്കുന്ന ദൈവമക്കളെ, ആ ലക്ഷ്യവും അച്ചീവ് ചെയ്യാൻ കർത്താവ് കൃപ തന്നു. ഇനി മൂന്നാമതൊരു കാര്യം ലക്ഷ്യം വെച്ച് നമ്മൾ നീങ്ങുകയാണ്. വളരെ ദരിദ്രരായ
എഴുതാനും വായിക്കാനും അറിയില്ലാത്ത, ഗവൺമെന്റിന്റെ സഹായങ്ങളൊന്നും പ്രാപ്യമല്ലാത്ത, വനാന്തരങ്ങൾക്കകത്തും ഗ്രാമാന്തരങ്ങൾക്കകത്തും കഴിയുന്ന അധകൃതരായിട്ടുള്ള, സമൂഹം അവഗണിച്ചിട്ടിരിക്കുന്ന ജനത്തിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന EGMO ഓഫ് ഇന്ത്യയുടെ ഉള്ളിൽ രണ്ട് കാര്യങ്ങൾ ഭാരമായി വന്നു. ഒന്ന്, വിദ്യാഭ്യാസമില്ലായ്മയാണ്. വിശ്വാസികളുടെ മക്കളെ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സിന് ചേർത്ത് പഠിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അതിന് നമ്മൾ പേരിട്ടു വിദ്യാ കിരൺ യോജന. മറ്റൊന്ന്, തീരെ വീടില്ലാത്തവരുണ്ട്. വളരെ എക്സ്ട്രീം ക്ലൈമറ്റിൽ ഈ സാധുക്കൾ കിടക്കുന്ന കിടപ്പ് നമ്മളവരുടെ വീടുകളിൽ കടന്നു ചെല്ലുമ്പോൾ നമ്മളെ നൊമ്പരപ്പെടുത്തും. ആ നൊമ്പരം ഏറ്റുവാങ്ങി ഒരു കാലത്ത് എനിക്കും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുടിലുകളെ നല്ല പരിചയമാണ്. ജനിച്ചതും വളർന്നതുമൊക്കെ ആ സാഹചര്യത്തിലാണ്. പ്രിയരെ, അതുകൊണ്ട് തന്നെ അത് ദൈവം ഏൽപ്പിച്ച നിയോഗമെന്ന് കണക്കാക്കി അതും ഏറ്റെടുത്തു കൃപാ ഭവൻ ദാൻ യോജന. അങ്ങനെ 2028 ഡിസംബർ ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ വിശ്വാസികൾക്കും ഒരു ചെറിയ വീടും വിശ്വാസികളുടെ മക്കൾക്ക് പ്രൊഫഷണൽ കോഴ്സിൽ ചേർന്ന് പഠിക്കാനുള്ള സംവിധാനവും ജോലിയും ആക്കി കൊടുക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ രണ്ട് സംവിധാനങ്ങൾ. പ്രിയരെ, അത് മുൻപോട്ട് പോകുകയാണ്. 360 മുതൽ 400 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ചെറിയ ചെറിയ വീടുകൾ, പരമാവധി 2.5 ലക്ഷം 3.5 ലക്ഷം ചെലവുകൾക്കകത്ത് വരുന്ന ചെറിയ വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 4 വീടിന്റെ പണി പൂർത്തീകരിച്ച് താക്കോൽ കൊടുത്തു. ഞാൻ പറയട്ടെ, അതൊരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണം സാധ്യമാക്കിയത് ദൈവത്താൽ. നമ്മൾ ലക്ഷ്യം വെച്ചാൽ സർവശക്തനാണല്ലോ എന്ന ദൈവം, എൽ ഷഡായ്, അവനത് പൂർത്തീകരിക്കാൻ മതിയായവനാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഔചിത്യം ഇത്രയേ ഉള്ളൂ. ലക്ഷ്യമുണ്ടെങ്കിലേ ദൈവം ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ തുറന്നു തരൂ. പദ്ധതികൾ ദൈവം പ്ലാൻ ചെയ്തു തരും. അവൻ പറയുന്നതിന് അനുസരിക്കുന്ന ഏതൊരു ദൈവ പൈതലിനോടും ദൈവം സംസാരിക്കും. അതിന് ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത പാസ്റ്റർമാരോ വൈദികരോ ഉപദേശിമാരോ വേണ്ട. അവരവരോട് ദൈവം സംസാരിക്കും. മുൻപിലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി വലിയവനായ കർത്താവ് നമുക്ക് ചൊല്ലിത്തരും. പ്രിയരെ, ഇവിടെ നാം യോശുവയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ കനാൻ നാട്ടിൽ പ്രവേശിച്ചിട്ടുള്ള ആദ്യത്തെ വെല്ലുവിളി യെരിഹോവിനെ സംബന്ധിക്കുന്നതായിരുന്നു. യെരിഹോവിനെ ജയിച്ചാൽ ബാക്കി എല്ലാറ്റിനെയും ജയിക്കാൻ സാധിക്കും എന്ന് യോശുവ ചിന്തിച്ചു. യഹോവയായ ദൈവം അതിന് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും കൊടുത്തു, പദ്ധതികൾ പറഞ്ഞു കൊടുത്തു, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്തു. എന്തെല്ലാം കാര്യങ്ങളാണ് പാലിക്കേണ്ടത്, ശ്രദ്ധിക്കരുതാത്തതെന്തൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തു. നല്ലൊരു ക്ലാസ്. ഈ യുദ്ധത്തിന് പോകും മുമ്പ് ദൈവജനത്തിന് യഹോവയായ ദൈവം യോശുവ മുഖേന അരുളി ചെയ്തു കൊടുത്തു. എന്തൊക്കെ, എങ്ങനെയാണ് യെരിഹോ പിടിക്കേണ്ടത്? 6-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. യഹോവ യുദ്ധം ചെയ്യുമ്പോൾ ഭാവി കാലത്തിലല്ല, ഭൂതകാലത്തിലല്ല, വർത്തമാനകാലത്തിൽ അവൻ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധം ജയിച്ചിരിക്കുന്നു. യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് ജയം തരുന്ന ജയാളിയാണ് നമ്മുടെ കർത്താവെങ്കിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, നമ്മൾ പോർക്കളത്തിൽ ഇറങ്ങും മുമ്പ് ജയിച്ചു കയറുന്നവരാണ് നമ്മൾ.
പക്ഷെ ലക്ഷ്യം കൃത്യതയുള്ളതായിരിക്കണം, ലക്ഷ്യം വിശുദ്ധമായിരിക്കണം, ലക്ഷ്യം സത്യസന്ധമായിരിക്കണം, ലക്ഷ്യം വചനപ്രകാരമായിരിക്കണം. എന്നാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തുക തന്നെ ചെയ്യും. യോശുവയോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണം ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം പട്ടണം ചുറ്റണം. പട്ടണം ചുറ്റുമ്പോൾ 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ച് പെട്ടകത്തിന്റെ മുൻപിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. അവർ ആട്ടിൻകൊമ്പ് നീട്ടി ഊതുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടണം. അപ്പോൾ പട്ടണത്തിന്റെ മതിൽ വീഴും. ജനം ഓരോരുത്തൻ നേരെ കയറുകയും വേണം. നൂന്റെ മകനായ യോശുവ പുരോഹിതന്മാരെ വിളിച്ചവരോട്, നിയമപ്പെട്ടകമെടുപ്പീൻ. 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിന് മുൻപിൽ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് നടക്കണം. എല്ലാ വിവരങ്ങളും യോശുവ അറിയിച്ചു. വളരെ ലളിതമാണ് യഹോവയുടെ യുദ്ധപദ്ധതി. യഹോവയുടെ യുദ്ധസന്നാഹങ്ങൾ വളരെ ലളിതമാണ്, സാധാരണക്കാർക്ക് പോലും സ്വീകാര്യമാണ്. ദൈവത്തിന്റെ വിജയ പദ്ധതികളെല്ലാം കർത്താവ് ഒരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ പരാജയപ്പെട്ടിട്ടില്ല. കർത്താവിന്റെ ഡിക്ഷണറിയിൽ പരാജയം എന്നുള്ളൊരു വാക്കില്ല. അങ്ങനെയെങ്കിൽ അവന്റെ മക്കൾക്കും പരാജയം എന്നുള്ള ഒന്നില്ല. പ്രൈസ് ദ ലോർഡ്. തോറ്റുപോകില്ല. നമ്മളെ തോൽപ്പിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവർ നമുക്ക് ചുറ്റുമില്ലാതില്ല. നമ്മളെ തകർക്കാൻ നോക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളെ നിരാശപ്പെടുത്തുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് അസാധ്യമെന്ന് പറയുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ജയം തരുന്ന നേതാവിന്റെ മക്കളാണ് നമ്മൾ. ജയം തരുന്ന അപ്പന്റെ മക്കളാണ് നമ്മൾ. തോൽവിയുടെ വിവരമറിയാത്ത, തോൽവി പരിചയമില്ലാത്ത, തോറ്റിട്ടില്ലാത്ത ജനത്തിന്റെ മുൻപിൽ യഹോവയായ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരെ നടത്തുകയായിരുന്നു. ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, വചനം കേൾക്കുന്ന സുഹൃത്തെ, നീ തോറ്റു എന്ന് പറയുന്ന വിജയത്തിൻ്റെ മേൽ നമ്മുടെ കർത്താവ് ജയം തരും കേട്ടോ. ജയം തരും, ജയം തരും. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് സ്വയം പ്രഖ്യാപിക്കുക, ഈ കാര്യത്തിൻ്റെ മേൽ എനിക്കെൻ്റെ ദൈവം ജയം തരും. കഴിവ് കെട്ടവരെ, ബലഹീനരെ, ദരിദ്രരെ, വൈകല്യങ്ങൾ ഉള്ളവരെ, ബന്ധങ്ങളും കുലങ്ങളും ഇല്ലാത്തവരെ, ഏകാന്ത പതിതരെ എല്ലാം സ്നേഹിക്കുന്ന ഒരു കർത്താവാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. ആ കർത്താവിനെ നന്നായി തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ തോക്കില്ല. പക്ഷെ ദൈവത്തിന് ഒരു വ്യവസ്ഥയുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഓരോ പ്രാവശ്യം പെട്ടകത്തിന്റെ മുൻപിൽ 7 പുരോഹിതന്മാരും ആട്ടിൻകൊമ്പുള്ള കാഹളം പിടിച്ച് ചുറ്റണം. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റണം. 7-ാം പ്രാവശ്യം ഒരുമിച്ചാർപ്പെടുമ്പോൾ മതിൽ വീഴും. ഇതാണ് യഹോവ പറഞ്ഞിരിക്കുന്നത്. ലോകത്തെങ്ങും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ലോകത്തെവിടെയെങ്കിലും ഇങ്ങനൊരു മതിൽ വീണിട്ടുണ്ടോ? ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെയൊരു അത്ഭുത പരിപാടി നടന്നിട്ടുണ്ടോ? ലോകത്തെവിടെയെങ്കിലും ഇതുപോലെ രക്തം ചിന്താത്ത ഒരു യുദ്ധമുറ കേട്ടിട്ടുണ്ടോ? എന്നാൽ യഹോവയായ ദൈവം നേരിട്ടിറങ്ങി വന്ന് ദൈവജനത്തിന്റെ ശത്രുക്കളുടെ മേൽ മഹാപരാഭവം ഉണ്ടാക്കി. അങ്ങനെ ആ യുദ്ധം നടന്നു. രക്തരഹിത വിപ്ലവാത്മകമായ യുദ്ധം. 7-ാം ദിവസം മതിൽ വീണു.
ഏത് മതിലും ആരാധനയുടെ മുൻപിൽ വീഴും. ഏത് മതിലും തകർക്കാൻ പോന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഏത് അസാധ്യമായ കാര്യങ്ങളും നടത്തിത്തരുവാൻ മതിയായതാണ് ദൈവത്തിൻ്റെ വചനം. പക്ഷെ അത് അനുസരിക്കാതെ കുറുക്ക് വഴിയുണ്ടോ? ഒരിക്കലുമില്ല ദൈവമക്കളെ. കുറുക്ക് വഴികൾ ഒന്നുമില്ല. അനുസരിച്ചേ പറ്റൂ. അനുസരിക്കാതെ സാധ്യമല്ല. അത് എൻ്റെ ബുദ്ധിക്ക് നിരക്കുന്നതായിരിക്കില്ല, എൻ്റെ യുക്തിക്ക് ചേരുന്നതുമായിരിക്കില്ല. കനാൻ ദേശത്തിലെ പ്രബലമായ ഒരു രാജ്യത്തിന് ചുറ്റും തീർക്കപ്പെട്ട ഈ മതിൽ ഇടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ആയുധങ്ങൾ എത്രയുണ്ടായാലും വീണുകൊള്ളണമെന്നില്ല. ലക്ഷക്കണക്കിന് യുവതീ യുവാക്കന്മാർ യുദ്ധത്തിനിറങ്ങിയാലും അത് ജയിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ ഇവിടെ യഹോവയായ ദൈവം പറഞ്ഞതെന്നാൽ, നിങ്ങൾ 7-ാം പ്രാവശ്യം നഗരത്തെ പട്ടണത്തെ ചുറ്റിക്കഴിയുമ്പോൾ ഒരുമിച്ചാർപ്പിട്ടാൽ മതി, ജയമുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നോക്കി ഒരുമിച്ചാർപ്പിട്ടാൽ ജയം ദൈവം നമുക്ക് തരും. തോക്കില്ല, നമ്മൾ തോക്കില്ല. എത്ര പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും നമ്മുടെ മുൻപിൽ വന്നാലും ജയിച്ചു കയറാനുള്ള ബലം തരുന്ന ഒരു യേശു അപ്പച്ചൻ നമ്മളോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ യെരിഹോയ്ക്ക് ചുറ്റും അവർ അണിനിരന്നു. യോശുവ കൽപ്പിച്ചതുപോലെ എല്ലാം ചെയ്തു. 7 കാഹളം പിടിച്ചുകൊണ്ട് 7 പുരോഹിതന്മാർ മുൻപേ നടന്നു. പെട്ടകം പിൻപേ ചെന്നു. ജയം ഉറപ്പായിരുന്നു. കാരണം യുദ്ധം യഹോവയുടേതാണ്. നിയമപ്പെട്ടകം ഈ പുരോഹിതന്മാരുടെ പിന്നാലെ ചെന്നു. എന്തിനൊരു ക്രമമുണ്ട് ദൈവമക്കളെ, എന്തിനൊരു ക്രമമുണ്ട്. ഒരു ക്രമം വേണം. കൂട്ടായ്മയായാൽ അതിനൊരു സിസ്റ്റം വേണം. പ്രസ്ഥാനമായാൽ അതിനൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ഒരു സഭയായാൽ അതിനും ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും സിസ്റ്റത്തിലൂടെ, സംവിധാനങ്ങളിലൂടെ, ക്രമീകരണങ്ങളിലൂടെ ക്രമമായി നടക്കണം. അത് വിജയത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. ഭിന്നതയല്ല, വഴക്കല്ല, പോരാട്ടമല്ല, ഇതൊന്നുമല്ല ആധാരം. മറിച്ച് ഐക്യമാണ് ആധാരം. ദൈവം പറഞ്ഞാൽ അനുസരിക്കാത്തവനെ എങ്ങനെ മനുഷ്യൻ പറഞ്ഞാൽ അനുസരിക്കാൻ പറ്റും? കർത്താവിനെ നേതാവായി സ്വീകരിക്കാത്തവൻ എങ്ങനെ നമ്മുടെ സഭയുടെയോ സംഘടനയുടെയോ നേതാവായി സ്വീകരിക്കാൻ കഴിയും? അതുകൊണ്ട് ഈ ദിവസങ്ങൾ വളരെ ഒരുക്കത്തോടെ, വലിയ സമർപ്പണത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യേണ്ട സമയമാണ്. തിടുക്കത്തോടെ നിർവഹിക്കണം. നമ്മുടെ കർത്താവ് വരാറായി കേട്ടോ. നമ്മുടെ കർത്താവ് വരാറായി. അനധിവിദൂര ഭാവിയിൽ അവൻ വന്നിരിക്കും. ഞാൻ പോയിരിക്കുമെന്ന് എൻ്റെ കൂടെ പറയാൻ പറ്റുമോ? ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ പോയിരിക്കും. അതാണ് വിശ്വാസം. പ്രിയരെ, യെരിഹോ മതിൽ വീണു. അവരെല്ലാവരും ആർപ്പിട്ടു. മതിൽ വീണു. നിങ്ങളോട് യഹോവയായ ദൈവം കൽപ്പിക്കുന്ന കാലം വരെ ആർപ്പിടരുത്. 10-ാം വാക്യം. ദൈവം അനുവദിച്ചിട്ട് ആർപ്പിടണം. അവൻ പറയുന്ന സമയത്ത് ആർപ്പിടണം. ടൈമിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ടൈമിംഗ് ശ്രദ്ധിക്കണം. പ്രിയരെ, നമുക്കൊരുങ്ങാം. യെരിഹോവിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാം. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ചുറ്റുമുയരുന്ന യെരിഹോ മതിൽ പോലെ ഉയർന്നു വരുന്ന സകലത്തിനെയും യേശുവിൻ്റെ നാമത്തിൽ ആർപ്പോടെ സ്തോത്രത്തോടെ തകർക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഇന്ന് വചനം കേട്ട എല്ലാ മക്കൾക്കായിട്ട് സ്തോത്രം. ഇവരെ അനുഗ്രഹിക്കണമേ.
ആവശ്യമായ ദൈവകൃപ നീ കൊടുത്ത് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ വചനം കേട്ട എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.